ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പേര് നീതു എന്നാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ തുടങ്ങുന്ന ആരിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങണേ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ്. അതിന് ഞാൻ അതാണ്ട് പിന്നെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതുണ്ടോ കുപ്പി ടീച്ചർ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളല്ലേ. അപ്പോൾ പിള്ളേർ ഒരു ഡ്രസ്സ് തയ്ക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചിരിച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്താൽ എന്തുവാ. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ടീച്ചർ ചെയ്ത അതേ സെയിം വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക് തണ്ടേതാണ്. കുറേ ചെണ്ടയും മദ്ദളവും അതൊക്കെയുള്ള പ്രിൻ്റുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്, കോട്ടൻ്റെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടാണ് ടീച്ചർ ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു ചെയ്തിട്ടിട്ട് കാണാനായിട്ട്. എന്ത് എൻ്റെ പേര് പറഞ്ഞാൽ കഫ്താനോ അങ്ങനെ ഏതാണ്ടൊരു മോഡൽ ഡ്രസ്സാണ്. നല്ല ഡ്രസ്സുണ്ട്. ഇതിട്ടിട്ട് നമുക്ക് വേറെ ഒന്നും തയ്ക്കേണ്ട. കഴുത്ത് മാത്രം ജസ്റ്റ് ഇതുപോലെ ഈ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് പടി തയ്ച്ചെടുത്താൽ മാത്രം മതി. കൈയൊന്നും തയ്ക്കേണ്ട ഒരാവശ്യമില്ല. പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ. കഴുത്തും തയ്ച്ചിട്ട് സൈഡൊന്ന് ജസ്റ്റ് ഷേപ്പ് ആകുന്ന രീതിയിലൊന്ന് തയ്ച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക്. കണ്ടോ, കുറേ ചെണ്ടയും മദ്ദളവും വീണയും ഇടയ്ക്കയോ അങ്ങനെ ഏതാണ്ടൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉള്ള പ്രിൻ്റുള്ള നല്ല അടിപൊളി ക്ലോത്താണ്. നമുക്കിത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്യാനുള്ള കത്രിക, മാർക്ക് ചെയ്യാനുള്ള ചോക്ക്, മെഷർമെൻറ്റ് ടേപ്പ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്തെടുക്കണം. ഇതാണ് നമ്മളുടെ ഷോൾഡർ വരുന്ന ഭാഗം. ഞാനിത് മടക്കി ഇട്ടേക്കുന്നുണ്ട് ഓൾറെഡി. ഇതാണ് അടിവശം. ഇതാണ് ഇവിടെ ഇങ്ങനെ വിട്ടിരിക്കുന്ന ഭാഗം താഴ്വശത്ത് വരുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ തയ്ക്കാൻ ആവശ്യമൊന്നും വരത്തില്ല. ജസ്റ്റ് കഴുത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് നമ്മളുടെ അളവിന് എന്തുമാത്രം ഇപ്പോൾ ഇത് എൻ്റെ അളവിന് ഞാൻ തയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 3 ഇഞ്ച് ഇട്ടിട്ടാണ് ഞാൻ വെട്ടിയെടുത്തിട്ട് തയ്ക്കാൻ പോകുന്നത്. കഴുത്തിൻ്റെ ഇറക്കം എത്ര വേണമെന്ന് വെച്ചിട്ട് അത്ര വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇവിടെ ആയിരിക്കും കൈ വരുന്ന ഭാഗം. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കൈ വരുമ്പോൾ നമുക്ക് കൈ തയ്ക്കേണ്ട ആവശ്യമില്ല. കൈയുടെ കൈ കയറ്റിയിടാനുള്ളൊരു ഏകദേശ കണക്ക് മനസ്സിലാക്കിയിട്ട് അവിടെ തൊട്ട് ഏകദേശം താഴെ ഈ ഭാഗം വരെയൊക്കെ നമുക്ക് ഒരു 1 ലൈനായിട്ട് തയ്ച്ച് നിർത്തണം. അത്രേ ഉള്ളൂ ഇതിൻ്റെ തയ്യലെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, ഇവിടെ ഒരു കഴുത്ത് വെട്ടിയിട്ട് കഴുത്തൊന്ന് തയ്ക്കണം. അതുപോലെ കൈ കയറ്റാനുള്ള ഹോൾ ഇവിടെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു 1 ലൈൻ ഇവിടം വരെ ചെയ്ത് നിർത്തണം. അത്രയേ ഉള്ളൂ നമ്മുടെ തയ്യലെന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അടിവശം മടക്കിയടിക്കണമെങ്കിൽ അടിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ തയ്യലെന്ന് പറയുന്നത് ഇന്നത്തെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ തുണി ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന ആ ഭാഗമാണ് കേട്ടോ. ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇടുമ്പോൾ ഇവിടെ നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം 4 ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇഞ്ചാണ് വേണ്ടത്. മാക്സിമം ഒരു 6 ഇഞ്ച് വേണമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 5 ഇഞ്ച് എടുത്തിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴുത്ത് വല്ലാണ്ട് വലുതായിപ്പോയി വയലായിപ്പോകും. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ എൻ്റെ കഴുത്തിൻ്റെ അളവിനായിട്ടുള്ള ഒരളവാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. 2.5 കയ്യിൽത്തുമ്പും കൂടി 3 ഇഞ്ചാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിത് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീൻസ് ഇടാനായിട്ടുള്ള ടോപ്പായിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ലെങ്ത്തേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫുൾ ലെങ്ത്തോ അല്ലെങ്കിൽ എങ്ങനെയാണ് എത്ര നീ ലെങ്ത്താണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഫാബ്രിക്കിൻ്റെ നീളം കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജീൻസിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എൻ്റെ അളവിനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ച് ഇവിടെ അളവെടുത്താണ്. നമ്മൾ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഓരോ പീസായിട്ടല്ല കിട്ടുന്നത്. എന്തായാലും 4 പീസായിട്ട് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ്. 3 ഇഞ്ച് മതി. പിന്നെ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ കഴുത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് കഴുത്തിൻ്റെ ഇറക്കം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 ഇഞ്ചിൻ്റെ ഇറക്കത്തിനാണ് ഞാൻ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ഇറക്കത്തിന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് തന്നെ വീണ്ടും കഴുത്തിൻ്റെ വൈഡാവേണ്ട ഭാഗം 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു സ്ക്വയർ നമുക്ക് വരച്ച് കൊടുക്കാം. ചെറിയ ജലദോഷം ഉണ്ടായതുകൊണ്ടാണ് ശബ്ദമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ പോലെ വരച്ചിട്ടുണ്ട്. ഇവിടെ 3 ഇഞ്ച്, ഇവിടെ കഴുത്തിൻ്റെ ലെങ്ത്ത് താഴോട്ട് 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്.
എനിക്കിഷ്ടമുള്ള ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് വരയ്ക്കുന്നത്. എനിക്ക് ഇപ്പോഴും റൗണ്ട് വിത്താണ് ഇഷ്ടം. ഈ ഡ്രസ്സിന് ഞാൻ റൗണ്ട് വിത്ത് മാത്രമേ എത്തത്തുള്ളൂ. വേറെ ഫാഷനൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. കൂടിപ്പോയ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ലവിൻ്റെ ഷേപ്പിൻ്റെ അത്രയൊക്കെ ഒക്കത്തുള്ളൂ. ഇത് ഞാൻ റൗണ്ടായിട്ടാണ് എടുക്കുന്നത്. നമുക്ക് റൗണ്ടായിട്ട് മതി. ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. കാണാൻ പറ്റുന്നുണ്ട്. ഇത് ബ്ലൂ കളറിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ട് വരച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ചൊക്ക വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുണ്ട് നമ്മുടെ കഴുത്തിൻ്റെ കറക്റ്റ് അളവിന് കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കഴുത്തിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ സൈഡിലായിട്ടാണ് കൈ വരേണ്ടത്. നമ്മളിപ്പോൾ കൈ വെട്ടേണ്ട ആവശ്യമേ ഇല്ല. നമ്മളുടെ ഡ്രസ്സിന് വേണ്ടിയിട്ട് കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മുടെ ഇടവണ്ണത്തിൻ്റെ ആ ഭാഗമായിട്ട് വരുന്ന ആ ഭാഗത്തുണ്ടല്ലോ, നമ്മൾ കഴുത്ത് തയ്ച്ചതിന് ശേഷം മെഷീനിൽ തയ്ച്ചതിന് ശേഷം നമ്മുടെ കൈ കയറാനുള്ള അത്രയും ഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്കാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് താഴെ വരപ്പുണ്ട്. ഒരു താഴെ എത്തുന്നതിന് ഒരു 2-3 ഇഞ്ച് മേളിൽ വെച്ചിട്ട് ഇതുപോലെ ഒറ്റ ലൈൻ അടിച്ചു കൊടുത്താൽ മതി. നേരെ ലൈനായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ നമ്മുടെ തയ്യൽ. ഇവിടെ ഒരു തയ്യലും ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു തയ്യലും. ഇത്രയാണ് ഈ ഡ്രസ്സിൻ്റെ ഒരു മെയിൻ തയ്യൽ എന്ന് പറയുന്നത്. വേറെ ഒരു തയ്യലും ഇതിനകത്ത് വരുന്നില്ല. അപ്പം അപ്പോൾ നമ്മുടെ ഫാബ്രിക്കെല്ലാം സെറ്റാണ്. കഴുത്തെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കഴുത്തിന് വെച്ചടിക്കാൻ വേണ്ടി ഇതുമാതിരി ഒരു യു ഷേപ്പിൽ വേറൊരു ഫാബ്രിക്ക് ഒറ്റ കളർ നീലയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കളർ ഇതിനുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ തുണി എടുത്തിട്ട് ഇതുപോലെ യു പോലെ വെട്ടിയെടുക്കണം കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ച്. ഇത് വെച്ചിട്ടാണ് ബാക്കി നമ്മൾ കഴുത്ത് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മെഷീനൊക്കെ എടുത്തിട്ട് വരാം. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മെഷീൻ എടുക്കാൻ പോകാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ മെഷീൻ ഞാൻ നൂലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങും. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. പെട്ടെന്ന് തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് തയ്ച്ചെടുക്കാം വീട്ടിൽ തന്നെ. ഇതുപോലെ ചെറിയ മെഷീൻ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ കഴുത്തിൽ വെച്ച് കൊടുക്കാനുള്ള പടി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്ത് സൈഡെല്ലാം ഒന്ന് അടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ ഒന്ന് കെട്ടിട്ട് കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് യോജിച്ചെടുക്കാം. അതായതുകൊണ്ട് നമ്മുടെ കഴുത്തിൻ്റെ കറക്റ്റ് അളവിനായിട്ടുള്ള ആ റൗണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് വിടർത്തി എടുത്തിട്ട് കഴുത്തിൻ്റെ കടിയിൽ വെച്ച് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മൾ ആ യു ഷേപ്പിൽ വെട്ടിയ ആ കട്ടിങ്ങാണിത്. അത് നമ്മളിപ്പോൾ ഒരു സൈഡ് കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചാൽ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ കഴുത്ത് ഇതുപോലെ മെഷീൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഈ നമ്മൾ വെച്ചിരിക്കുന്ന കട്ടിങ്ങിൻ്റെ തുണിയുടെ നല്ല വശമായിട്ട് വരുന്ന ഭാഗം പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ റൗണ്ടിൽ അങ്ങ് തയ്ച്ചു കൊടുക്കാൻ പോവാണ്. ഫുള്ളി നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാവേ. ഇപ്പം നമുക്ക് ഇങ്ങനെ ഫുള്ളി ഒന്ന് തയ്ച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഉൾപ്പാട്ടമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു തയ്ച്ചിട്ടിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഈ രീതിയിൽ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്താണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം.
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. നമ്മുടെ കഴുത്തിൻ്റെ ഒരു സൈഡ് നമ്മൾ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത സൈഡിൻ്റെ നോക്കുമ്പോൾ കറക്റ്റ് അളവിന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ ജോയിൻ ചെയ്ത് തയ്ക്കാൻ തുടങ്ങിയ ഭാഗം. തിരിച്ച് അതുപോലെ തന്നെ അവിടെ തന്നെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നോട്ട് എന്നിട്ട് നമുക്കൊന്ന് പുറത്തെടുക്കാം. പുറത്തെടുത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴുത്തിൻ്റെ ഇവിടെ നമ്മളിനി മടക്കി തയ്ക്കാൻ പോകണമല്ലോ. അപ്പോൾ അവിടെ ഒരു ബൾജായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മടക്കി അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്കിനും അങ്ങനെ ഒരുമാതിരി മുഴിച്ചിരിക്കത്തില്ല. ഞാൻ വലിയ എക്സ്പെർട്ട് തയ്ക്കാരൊന്നുമില്ല കേട്ടോ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഇഷ്ടമായി, അതുകൊണ്ട് ഒന്ന് തയ്ച്ച് നോക്കാണ്. അപ്പം നമുക്കിതുപോലെ ഓരോ മൂല വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ കുഞ്ഞുങ്ങൾക്കെല്ലാം എൻ്റെ മോക്കെല്ലാം ഡ്രസ്സെല്ലാം തയ്ക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം ഡ്രസ്സെല്ലാം ഞാൻ തയ്ക്കും, വെളിയിൽ കൊടുക്കത്തില്ല. നമുക്ക് വീട്ടിലൊരു ചെറിയ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്നൊരു നല്ലൊരു മോഡൽ ഡ്രസ്സാണ്. ഞാൻ കാണിച്ചു തരാം, എട്ടും കാണിച്ചു തരാം. അവസാനം തയ്ച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നാവുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങൊക്കെ എടുക്കണം. ഇതായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ ആ വെച്ച് പിടിപ്പിച്ച പോർഷനാണിത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മടക്കി ഇത് മേളിൽ കൂടെ റെഡി അടിക്കണമെങ്കിൽ അടിക്കുക. അപ്പം നല്ല സ്റ്റിഫായിട്ട് നിന്നോളും. അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ഈ പീസ് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇങ്ങനെ മടക്കി വേണ്ട ഇങ്ങനെ മടക്കി വെച്ചിട്ട് കാണാത്ത രീതിയിൽ തയ്ച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മേളിൽ കൂടെ ഒരൊറ്റടി അടിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ മേളിൽ കൂടെ കഴുത്തിൻ്റെ കാണാവുന്ന പോർഷനിൽ അടിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ പോർഷൻ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തയ്ക്കാം കേട്ടോ. ഇതുണ്ടല്ലോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് മടക്കി കൊടുക്കേണ്ട ഒരു പീസാണ്. അപ്പം നമുക്കിതിന് ഇങ്ങോട്ട്
മടക്കി കഴുത്ത് റൗണ്ടിൽ ചെടി ഇങ്ങോട്ടടിക്കാം. ഓക്കെ, നമുക്ക് കഴുത്ത് ഇതിലേക്ക് മെഷീനിലേക്ക് കയറ്റി വെക്കാം കേട്ടോ. നല്ലപോലെ ഇതിനകത്തോട്ട് സെറ്റാക്കി കൊടുക്കാം. നല്ല ടൈറ്റാക്കി, ആ തയ്യലൊന്നും കാണാത്ത രീതിയിൽ ടൈറ്റാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങ് തയ്ക്കാം കേട്ടോ. നല്ല ഇത്ര ഒന്നും കഴുത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്.